ഗൈസ്, ആഫ്റ്റർ എ ലോങ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറച്ച് നാൾ വലിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. കുറച്ച് നാൾ വലിയ ബ്രേക്ക്. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് സിനിമയൊക്കെ ഞാൻ കണ്ടു. സുമതി വളവ് കണ്ടു, സൂ ഫ്രം സോ കണ്ടു. ഇതൊന്നും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടാണ്. സൂ ഫ്രം സോ ഒക്കെ ഇത്ര പറഞ്ഞ് പൊലിപ്പിക്കാൻ മാത്രം എന്താ ഉള്ളത് തോന്നിപ്പോയി ആ സിനിമ കണ്ടപ്പോഴത്തേക്കും. സുമതി വളവിനെ കുറിച്ചും നോ കമൻറ്റ്സ്. ഫൈനലി കൂലി ആൻഡ് വാർ 2 രണ്ടും കണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടു. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ട് സിനിമയെ കുറിച്ച് ഒരു ധാരണ ഇപ്പം കിട്ടിക്കാണും. എല്ലാവരും കണ്ടിട്ടുണ്ട്, കുറേ റിവ്യൂ വന്നിട്ടുണ്ട്, കുറേ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ഒപ്പീനിയനിലൂടെ പ്രസക്തി ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. സ്റ്റിൽ ചുമ്മാ ഒന്ന് പറഞ്ഞു പോയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ കൂലി ആദ്യം തന്നെ നമുക്ക് നമ്മുടെ തലൈവർ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തലൈവർ ഇറങ്ങട്ടുമേ. ഞാൻ മനസ്സിൽ മറ്റേ വലിയൊരു രൂപ കൂടെ ഉണ്ടാക്കി വർഷാവർഷം ഒരു സിനിമയെങ്കിലും വേണമെന്ന് പറഞ്ഞ് പൂജ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് നമ്മുടെ ലോക്കി അണ്ണൻ, ലോകേഷ് കനകരാജ്. ആ പേര് നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കാം, ചിലവർക്കായിരിക്കില്ല. അറിയാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കിടിലൻ പടങ്ങളായ കൈദി, വിക്രം, ലിയോ എന്ന് ഞാൻ പറയും. ലിയോനെ ഞാൻ കിടിലൻ പടം എന്ന് തന്നെ പറയും. കാരണം ഈ പടം കാണണം നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ പറയണം. രജനി ഫാൻസ് നിങ്ങൾ പറയണം, ഈ സിനിമ കണ്ടിട്ട് ലിയോ ആണോ ഇതാണോ ബെറ്റർ എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ഇങ്ങനത്തെ കിടിലൻ പടങ്ങൾ. മാസ്റ്റർ, മാനഗരം പുള്ളിൻ്റെ ഫസ്റ്റ് ഡെബ്യൂ ആണ്. ഇങ്ങനത്തെ സിനിമയൊക്കെ എടുത്ത് അറ്റ്ലീസ്റ്റ് ലിയോയിലാണെങ്കിൽ പോലും ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ലോകേഷിൻ്റെ സിഗ്നേച്ചർ സാധനമാണ് ആ വിജയിനെ പ്രസൻറ്റ് ചെയ്യിക്കുന്നത്. ലിയോ മാസ്റ്റർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ വിജയ് എന്ന് പറയുകയാണെങ്കിൽ അത് വിജയ് ചെയ്തത് വെച്ച് തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സംഭവം. രക്ഷകൻ സംഭവം എല്ലാവരും പറഞ്ഞത് സോ കോൾഡ് രക്ഷകൻ തന്നെ ആണെങ്കിലും പലവരും യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു വിജയമുണ്ട്, ഒരു ഇന്നർ വിജയ്. ആ ഒരു സാധനത്തിനെ പുള്ളി അങ്ങ് പുറത്തോട്ട് കൊണ്ടുവന്നു. അങ്ങനത്തെ ഒരു ഡയറക്ടറായിരുന്നു. ആൻഡ് വിക്രം നിങ്ങൾക്കറിയാം, അവസാനത്തെ ഒരു 10 മിനിറ്റിലാണ് പടം മാറിയത്, വേറെ റൂട്ടിലോട്ട് അങ്ങ് പോയത്. കൈദി എന്ന് പറഞ്ഞ സിനിമ തെളിഞ്ഞു വരാൻ കാരണം വിക്രമാണ്. അല്ലെങ്കിൽ ഇത്ര ഒരു ഇതൊക്കെ ഒന്നും ഉണ്ടാവില്ല കൈദിക്ക്. അന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വേർഡ് ഓഫ് മൗത്ത് കയറിപ്പോയെന്നല്ലാതെ അധികം നാളാരും പാടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും എൽ സി യു എന്ന് പറഞ്ഞ് ഒരു ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വരാൻ കാരണം വിക്രം തന്നെയാണ്. കൈദീൻ്റെ ഒരു പവർ എന്താണ്, അതിൻ്റെ ഒരു എസൻസ് എന്താണെന്ന് തെളിയിച്ച് കാണിച്ച സിനിമയാണ് വിക്രം. സോ നമുക്ക് അധികം എല്ലാം ഘടിപ്പിക്കാതെ കൂലിയിലേക്ക് വരാം. രജനീകാന്ത്, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. കാസ്റ്റിനെ പറഞ്ഞു തുടങ്ങാം. നാഗാർജുന, അമീർ ഖാൻ, സത്യരാജ്, ഉപേന്ദ്ര, സൗബിൻ ഷാഹിർ. എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് സൗബിൻ ഷാഹിർ ഉണ്ട്. ശ്രുതി ഹസൻ, പൂജ ഹെഗ്ഡെ, മോനിക്ക ആയിട്ട് ഡാൻസ് വിളയാടി. അതൊക്കെ പൊളിയാണ് കേട്ടോ. അത് എനിക്ക് സത്യം പറഞ്ഞാൽ മോനിക്കേനെയാണ് ഇഷ്ടപ്പെട്ടത്. ശ്രുതി ഹസൻ ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ളത് പുള്ളിക്കാരിയാണ്. എന്നിട്ട് പോലും ഒന്നും എന്താ ഒരു ആര് തട്ടിക്കൊണ്ട് പോയാലും ഒരു എക്സ്പ്രഷനോ ഒരു ഇമോഷനോ ഇല്ലാത്ത ഭയങ്കര കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരി. എന്തിനായിരുന്നു പുള്ളിക്കാരി ഈ സിനിമയിൽ നിന്ന് എനിക്ക് തോന്നിപ്പോയി. ഈ പടത്തിൽ രജനീകാന്തിൻ്റെ സ്വാഗും സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഓക്കെ, പുള്ളീൻ്റെ ഫ്ലാഷ് ബാക്ക് സീൻസ് കാണിച്ചതായാലും കിട്ടില്ലെന്നായിട്ടുണ്ടായിരുന്നു. ആ പോർഷനൊക്കെ അടിപൊളിയായിരുന്നു. ബട്ട് ബാക്കിയൊക്കെ നാഗാർജുന ഓക്കെ, സൗബിൻ്റെ ക്യാരക്ടർ ഷോക്കാണ്, പക്ഷെ ആക്ടിങ് അടിപൊളിയാണ്. നാഗാർജുന ലുക്കും കാര്യങ്ങളൊക്കെ വെച്ച് പുള്ളി അടിപൊളി ചെയ്തിട്ടുണ്ട്. ഉപേന്ദ്ര, കുറേ പേര് ഉപേന്ദ്രനെ പാടി പോഴ്ത്തുന്നുണ്ട്. എന്തോന്നുണ്ടായിട്ടേ. അമീർ ഖാൻ എനിക്കറിഞ്ഞൂടാ, അവസാനം മറ്റേ റോളക്സിനെ കൊണ്ട് കാണിച്ച പോലത്തെ ഒരു സംഭവമൊക്കെ കാണിപ്പിക്കുന്നതാണ്. അത്രയെങ്കിലും ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതൊരുമാതിരി മറ്റേ ഞാൻ ഈയിടെ റീല് കണ്ടോ, മറ്റേ കൊച്ചി രാജാവില് ദിലീപ് മറ്റേ ലൈബ്രറിയിൽ നിൽക്കൂലേ, എന്നിട്ട് മറ്റേ മച്ചാൻ അവിടെ നേരറിയാൻ CBI വില്ലല്ലേ ആ പുള്ളിയാന്ന് തോന്നുന്നു. ആ മച്ചാൻ വരുമ്പോഴത്തേക്കും തലൈവറെ നീങ്കളാ, ഇത് ലൈബ്രറി തന്നെ ഏതാണ്ട് ബുക്ക് എടുത്തിട്ട് പോലാന്ന് നനച്ച് വന്നേന്ന് പറഞ്ഞ അതുപോലത്തെ ഒരു സാധനം. ഇതിനായിരുന്നു അവിടെ പുള്ളീൻ്റെ ലുക്കും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. പുള്ളി വരുമ്പോൾ ഒരു ഓറ തെളിയുന്നുണ്ട്. ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്കൊരു ഇതോ തോന്നുന്നുണ്ട്. ബട്ട് പിന്നെ എനിക്ക് സൗബിൻ്റെ കേസ് തോന്നിയൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ മലയാള നടന്മാരെ തമിഴ് പടത്തിൽ വില്ലനായിട്ട് കൊണ്ടുവരുമ്പോൾ ജയിലറിലും ഓക്കെ വിനായകനെ കൊണ്ടുവന്നു, പുള്ളി മലയാളം സംസാരിക്കുന്നുണ്ട്. ഇതിലെന്തിനാണ് സൗബിന് മലയാളം? പിന്നെ അമീർ ഖാനെ കൊണ്ട് അവർ തമിഴ് പറഞ്ഞ് കുളമാക്കിപ്പിച്ചിട്ടില്ല. പുള്ളീനെ ആ ഒരു സ്റ്റാൻഡേർഡ് പിടിച്ച് ഹിന്ദി തന്നെ കുറേയൊക്കെ പോയിട്ടുണ്ട്, കുറച്ച് തമിഴും അങ്ങനെ ആക്കി പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. സൗബിൻ്റെ കേസിൽ എന്തിനാണ് ഇടയ്ക്ക് മലയാളം പറയുന്നത്? എനിക്കിത് ഭയങ്കര ഡൗട്ട്. ജയിലറിൽ അങ്ങനെ ഉണ്ടെന്ന് വെച്ച് ഇതിൽ ഒരു മലയാള നടനെ കൊണ്ടുവരുമ്പോൾ അവിടെ മലയാളത്തിൻ്റെ ആവശ്യമുണ്ടോ?
സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ, ഒരു കൂട്ടുകാരനെ കൊന്ന കാര്യം അന്വേഷിച്ച് പോകുന്ന ഒരു നായകൻ, പഴയ ഒരു ഗ്യാങ്സ്റ്റർ എന്നല്ല, പഴയ ഒരു അത്യാവശ്യം എല്ലാ പരിപാടിയും ഉണ്ടായിരുന്ന ഒരാൾ പിന്നെ നന്നായി പോകുന്നു. ഒരു കൂട്ടുകാരൻ്റെ മരണത്തിനെ സംബന്ധിച്ച് പുള്ളി ഫീൽഡിലോട്ട് ഇറങ്ങുന്നു, എന്താ സംഭവിച്ചത്, ഇത്രയേ ഉള്ളൂ കഥ. പക്ഷെ അത് അവര് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള റൂട്ടിൽ കൂടെയൊക്കെ പോയി. ഈവൻ വിക്രമിലും അങ്ങനെ തന്നെയാണ്, കോംപ്ലക്സ് ആയിട്ടുള്ള റൂട്ടിൽ തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷെ അതിന്റെ എൻഡിങ്ങിൽ നമുക്ക് എല്ലാം ക്ലിയർ ആവും. ഇതില് പുള്ളിക്ക് ഫാമിലി ഉണ്ടെന്നും പുള്ളിക്ക് ഒരു മോളുണ്ടെന്നും ഇതിനെയൊക്കെ കുറിച്ച് മൊത്തത്തിൽ പറയുന്നുണ്ട്. പക്ഷെ എന്തെന്ന് വെച്ചാൽ ഇത്ര ഒരു 3 മണിക്കൂർ സിനിമയിൽ അതിനെക്കുറിച്ച് മര്യാദയ്ക്ക് അവർ പറഞ്ഞിട്ടില്ല. പിന്നെ കൂലി നമ്പർ 5821 അങ്ങനത്തെ എന്തോ നമ്പർ, ഫോൺ വിളി, ഇതിന്റെയൊക്കെ കുറിച്ച് എടേ നമ്മളൊക്കെ അത്യാവശ്യം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് പറഞ്ഞ ആൾക്കാരുള്ളതുകൊണ്ടും കുഴപ്പമില്ല, നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കത്തിയൊക്കെ ഇരിക്കും. ചിലവർക്കുണ്ട് ഈ ഫാമിലി ഓഡിയൻസിനൊന്നും പെട്ടെന്ന് ഈ കാര്യങ്ങളൊന്നും ക്ലിക്ക് ആവണമെന്നില്ല. അതാണ് എനിക്ക് സംശയമായ ലോകേഷ് ഏതൊരു കഠോരമായ സാധനത്തിനെയും പച്ചവെള്ളം പോലെ ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് കാണിച്ചിരുന്ന പുള്ളിക്ക് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറ്റിയെന്നാണ് എൻ്റെ ഒരു സംശയം. ആകെ മൊത്തം നോക്കുമ്പോഴത്തേക്കും മതിയായി. അത് ശോകം ഇന്റർവൽ ബ്ലോക്ക്. ആ കൂടി പുള്ളിന്റെ ടൈറ്റിൽ കാർഡ് കാണിച്ചത്. ടൈറ്റിൽ കാർഡ് ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. സൂര്യനെ വെച്ച് ഉണ്ടാക്കി, അജിത്തിനെ വെച്ച് ഉണ്ടാക്കി, ഇപ്പൊ രഞ്ജിനിയെ വെച്ച് ഉണ്ടാക്കി, വിജയന്റെ എത്തിയതിനു ശേഷം. ആ ഒരു ലെവൽ പിടിക്കാൻ ആർക്കും പറ്റില്ല. വിജയ ഫാനായതുകൊണ്ട് ഞാൻ തുറന്ന് പറയുകയാണ്, ആ ലെവൽ പിടിക്കാൻ ഒറ്റ ഇതിനും പറ്റൂല. ബട്ട് ടൈറ്റിൽ കാർഡ് വാസ് നൈസ്, അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് ആ വീഡിയോ കണ്ടു. അത് നല്ല രസമായിട്ടുള്ള സാധനം തന്നെയായിരുന്നു ആ ടൈറ്റിൽ കാർഡ്. അല്ലാത്ത പക്ഷം എനിക്കത് പറയാനില്ല. ആ ടൈറ്റിൽ സോങ് ആയാലും ഒന്നിനൊരു എനിക്ക് തോന്നിയില്ല. രജനികാന്ത് ഉണ്ടെന്നല്ലാതെ അത് ഇന്റർവൽ ബ്ലോക്ക് എന്നൊക്കെ പറയുമ്പോൾ ലിയോന്റെ ഇന്റർവൽ ബ്ലോക്ക് മതി, അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പോലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. ആ ഒരു ലെവൽ സാധനമായിരുന്നു. അതുപോലെ ലിയോന്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഫ്ലാഷ് ബാക്ക് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അധികം ആരും പാടി പുകഴ്ത്താതെ പോയ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് ആയിരുന്നതെന്ന് ഞാൻ പറയും. കാരണം വിജയ് അത്ര കഷ്ടപ്പെട്ട് ചെയ്ത സാധനമാണ്. കാരണം പുള്ളി ഡ്യൂപ്പിനെ വെച്ചാൽ ചെയ്യാറുള്ളതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് പക്ക ബിഹൈൻഡ് ദ സീൻ വീഡിയോയിൽ നമുക്ക് ഭയങ്കര എവിഡന്റ് ആണ് പുള്ളീനെ റോപ്പിട്ട് വലിച്ച് അമർത്തിയും കിടത്തിയൊക്കെ എടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല ആ ലിയോന്റെ എൻഡിങ് എന്ത് പെർഫെക്റ്റ് എൻഡിങ് ആയിരുന്നു. എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ. പുള്ളി മറ്റേ സ്വന്തമായിട്ട് കാര്യങ്ങൾ പറയൂലേ, ഒരാൾ നല്ലവനാവുന്ന കഴിഞ്ഞാൽ അവൻ തന്നെ അവന്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ അവൻ തന്നെ ആദ്യം മറക്കണം, എന്നാലേ ബാക്കിയുള്ളവരെ വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ ആരൊക്കെ എന്ത് രസമായിരുന്നതൊക്കെ. ഇതിലൊക്കെ ഒരു ഇമോഷണൽ കണക്റ്റും ഇല്ല, ഒരു സംഭവം ഇല്ല, എന്നാൽ ഒരു ഇമോഷണൽ വേ കൂടിയാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ ഈ കാണാൻ വന്നവരുടെ കുറെ കൊണ മാത്രം എന്ന് വെച്ചാൽ LCU ആണ് അതാണെന്ന് ഇതൊക്കെ പറഞ്ഞ് കുറെ കഥ ഉണ്ടാക്കുന്നവന്മാർക്കൊക്കെ അടി കിട്ടിയെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പുള്ളി ആദ്യമേ ഇത് സ്റ്റാൻഡ് ഓൺ ചിത്രമാണെന്ന് പറഞ്ഞാണ്. നിങ്ങൾ പിന്നെ മറ്റേ അമീർ ഖാൻ കണ്ടെയ്നറിൽ നിന്നപ്പോഴത്തേക്ക് അത് വിക്രമിന്ന് ഓടിപ്പോയ കണ്ടെയ്നറാണ്. പിന്നെ എന്താ ഈ വേറെ എന്തൊക്കെയോ ഓണയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം വൈകിയാണ് സിനിമ ഉണ്ട്. ഫസ്റ്റ് ഡേ ഞാൻ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ ഇതൊന്നും തുറന്നിട്ടില്ല. കാരണം എനിക്കറിയാം നമ്മൾ കാണണ്ടെന്ന് വിചാരിച്ചിരുന്നാൽ പോലും അറിയാതെ കാര്യം തുറന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഒരു സാധനം കാണും, അവിടെ പോകും, പടം അവിടെ കഴിഞ്ഞ്. റിപ്പോർട്ട് ചെയ്യാൻ കേട്ടായിരുന്നു, മിക്സഡ് റിപ്പോർട്ടാണ് കേട്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ആക്കിയില്ല. ആസ് യൂഷ്വൽ എല്ലാ സിനിമ കാണാൻ പോയ പോലെ തന്നെയാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ അതാണ് കൂലിയുടെ പ്രശ്നങ്ങൾ. സെക്കൻഡ് ഹാഫിൽ 2-3 ട്വിസ്റ്റൊക്കെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ആയിരുന്നു, അത് ഞാൻ പറയുന്നില്ല. അത് മാത്രമേ നന്നായിട്ട് എനിക്ക് തോന്നിയുള്ളൂ ഒരു സംഭവം വന്നത്. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും തോന്നിയില്ലേ. നിരാശയായിപ്പോയി. അതെ, പക്ഷെ എല്ലാവരും കാലിയേറ്റ് വീഴുന്ന കാലമാണ്. പൃഥ്വിരാജ് വീണു, കാർത്തിക് സുബ്രാജ് വീണു, മണിരത്നം വീണു, ഇപ്പൊ കൂടെ ലോക്കി അണ്ണനും വീണു. പോട്ടെ, നിങ്ങൾ LCUലിട്ട് പണിയാൽ മതി. പക്ഷെ നല്ല രീതിയിൽ പണിയില്ലെങ്കിൽ അതെ. സോ ദാറ്റ്സ് ഓൾ വിത്ത് കൂലി എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്. ഇതിനെക്കാട്ടും ഇതിന്റെ കൂടെ പിടിക്കാനായിട്ട് ഒരു ബോംബ് പുറകെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആദ്യം തൊട്ട് അറിയാം, ടീസർ ഇറങ്ങിയപ്പോഴേ അറിയായിരുന്നു ഈ സിനിമ അട്ടർ ബോംബായിട്ട് തന്നെ ബ്ലാസ്റ്റ് ആവാൻ പോകുമെന്ന് നമുക്കറിയായിരുന്നു. War 2 അതും കണ്ടിരിക്കുകയാണ്. ഋത്തിക് റോഷൻ ആൻഡ് ജൂനിയർ NTR. ഇതില് ടൈറ്റിൽ കാണിച്ചപ്പോൾ NTR എന്ന് മാത്രമേ ഉണ്ടായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ജൂനിയറൊക്കെ എടുത്ത് തള്ളിയെന്ന് തോന്നുന്നു. NTR, കിയാറ അഡ്വാനി, അനിൽ കപൂർ, പിന്നെ ആരുടെ നമ്മുടെ മറ്റേ വാറിലൊക്കെ ഉള്ള മറ്റേ കേണലില്ലേ, പുള്ളിന്റെ പേരെന്തിനായിരുന്നു അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിയുണ്ട്. ഒരു പടം. ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പം എന്ത് പറയാനായി. ഒരു ഋത്തിക് റോഷൻ ഉള്ളത് കൊണ്ട് കണ്ടോണ്ടിരിക്കാൻ പറ്റി. ഇടയ്ക്കൊക്കെ ഞാൻ വെച്ചൊന്ന് മയങ്ങി. അതൊക്കെ ഉണ്ട്. 3 മണിക്കൂർ ലെങ്ത് ശരിക്കും ഇരുത്തി വലിപ്പിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അനാവശ്യമായിട്ട് കുറേ ഫൈറ്റ് സീക്വൻസസ് ആണെങ്കിലും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് War 2
എനിക്ക് അനുഭവപ്പെട്ടത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പോലും ഇല്ല. നോ കമൻറ്റ്സ്, അതാണ് എനിക്ക് പറയാനുള്ളത്. അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല, ചുമ്മാ പോയിരുന്നതാണ്. എനിക്കറിയാം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം അറിയാം. പിന്നെ നല്ലതെന്ന് പറയാൻ എന്താ, പഴയ മ്യൂസിക്കിനെ ഒന്ന് കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രം കൊള്ളാം. അത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ ഋത്തിക് റോഷൻ്റെ സ്വാഗായാലും നടത്തുമല്ലോ അടിയൊക്കെ. അടി സീൻസൊക്കെ കുഴപ്പമില്ല, കൊള്ളാം. പക്ഷെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവര് ഒരു പോയിന്റിൽ നിർത്തേണ്ടതിനൊക്കെ വെച്ച് ഇട്ട് വലിപ്പിച്ച് നമ്മളങ്ങ് ഇരുത്തി ബോറടിപ്പിച്ച് കളയും. പ്രത്യേകിച്ച് ഈ NTRന്റെ ഒരു ഇൻട്രോ ഉണ്ട്. എൻ്റെ ദൈവമേ, എന്ത് ചവർ ഇൻട്രോ ആണ് അത്! എന്തിനായിരുന്നു അങ്ങനെ ഒരു പുള്ളീനെ മാസം 2 സൈഡായിട്ട് കാണിച്ച് പോകുന്നുണ്ട്. പുള്ളീൻ്റെ സൈഡും ഇതൊക്കെ ആയിട്ട്. ഇപ്പോൾ ഒരു സീൻ ഇന്ത്യ ആണെങ്കിൽ അടുത്തത് യമൻ, പിന്നെ അടുത്ത സീൻ പറഞ്ഞത് റഷ്യ, പിന്നെ ജർമ്മനി, സ്പെയിൻ, എങ്ങനെയാണ് പോണത്. അപ്പോൾ മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ കൊള്ളാം, ഫൈറ്റ് സീക്വൻസ് ആയാലും എന്ത് സീക്വൻസ് ആയാലും എടുത്തിട്ടുള്ളതൊക്കെ കൊള്ളാം. പക്ഷെ സ്ഥിരം മറ്റേ ട്രെയിനിൻ്റെ മണ്ടേ കിടന്നുള്ള ഇടി, കാറിൻ്റെ ചേസ്, പിന്നെന്തിനാ മറ്റേ പ്ലെയിൻ്റെ മുകളിൽ നിന്നുള്ള ഓരോ കോണയൊക്കെ ഇല്ലേ, പ്ലെയിൻ്റെ അകത്തും മുകളിലൊക്കെ ആയിട്ടുള്ള സ്ഥിരം സ്പൈവേഴ്സ് സാധനമാണ്. പക്ഷെ സാധാരണ സ്പൈവേഴ്സ് പടങ്ങളാണെങ്കിൽ ഞാൻ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്ന് കാണാറെങ്കിലും ഉണ്ട്. ഇത് കാണാൻ പോലും ഉള്ളൊരു വകുപ്പ് ഉണ്ടായിരുന്നില്ല, കോസ് ഓഫ് ഇറ്റ്സ് ഡ്യൂറേഷൻ. പിന്നെ കുറെ VFXും ചെയ്തു വെച്ചിട്ടുണ്ട്. ഈവൻ വോറിലാണെങ്കിൽ പോലും അതിലെ VFX ഒക്കെ ഒരു പരിധി വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു. പക്ഷെ പിന്നെ ഒരു തൊലിഞ്ഞ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി, അത്രേ ഉള്ളൂ വാർ 2. എനിക്ക് അത്ര പറയാനുള്ളൂ, എനിക്ക് ഫുള്ളായിട്ടൊന്നും പറയില്ല. കിയാറാട്ട് മനീൻ്റെ മറ്റേ സീനൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണാം. അത് കട്ടൊന്നും ചെയ്തിട്ടില്ല, കുറേ മാര് കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട്. ഒന്നും കട്ട് ചെയ്തിട്ടില്ല, അത് അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. അതൊക്കെ കാണണമെങ്കിൽ പോയി കാണാനേ ഉള്ളൂ. 2 മെഗാ ബോംബ് കണ്ടിട്ട് ഇരിക്കുന്ന എൻ്റെ ഒരു അവസ്ഥ ഭയങ്കര ശോകമാണ്. ഇനി ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഹൃദയപൂർവ്വം, ലോക ആൻഡ് ഓടുംകുതിര ചടങ്ങുകുതിര. ലോക എനിക്ക് അത്യാവശ്യം കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നിയൊരു സാധനമാണ്. എന്താണ് അവന്മാർ പണിയിക്കുന്നതെന്ന് അറിയില്ല. ഹൃദയപൂർവ്വം ഓണം വിന്നറാവട്ടെ എന്ന് ഞാൻ എല്ലാ പടവും കയറി പൊട്ട തന്നെയാണ്. പക്ഷേ ഹൃദയപൂർവ്വം പഴയ ഒരു കോംബോ നമുക്ക് നല്ലൊരു എലമെന്റ് തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഞാനല്ല, അവന്മാരെടുത്തല്ലേ വരത്തുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളടേ. കൂലി ആൻഡ് വാർ 2. യാ, ബൈ ബൈ.